കേരളത്തിന്റെ വിദ്യാഭ്യാസ മേഖലയിൽ വലിയ മാറ്റത്തിന് വഴിയൊരുക്കുന്നതാണ് സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ച പുതുയുഗ കേരളം പദ്ധതിയിൽ ഏറ്റവും ശ്രദ്ധേയമായത് സ്കൂൾ വിദ്യാർത്ഥിനികൾക്ക് മാസത്തിൽ 3 ദിവസത്തെ ആർത്തവ അവധി നൽകുവാനുള്ള തീരുമാനമാണ്. ആർത്തവം എന്നത് അശുദ്ധിയല്ല, അതൊരു ശാരീരിക അവസ്ഥ മാത്രമാണെന്ന് സമൂഹം തിരിച്ചറിയേണ്ട സമയമാണിത്. ഒരു മാതൃകാപരമായ ഈ തീരുമാനത്തെ എങ്ങനെയാണ് നമ്മുടെ സമൂഹം സ്വീകരിക്കാൻ പോകുന്നത്? ഇത് വിദ്യാഭ്യാസ കലണ്ടറിൽ വലിയ മാറ്റങ്ങൾക്ക് കാരണമാകുമോ? കാത്തിരുന്നു കാണാം. നിയമസഭയിൽ നിന്നും പുറത്തുവരുന്ന വാർത്തകൾ ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തിന് തൊട്ടുപിന്നാലെ സഭയിൽ വന്ദേമാതരം പൂർണ്ണമായി ആലപിച്ചില്ല എന്നാരോപിച്ച് വലിയ ബഹളമാണ് ഉയർന്നത്. ഭരണപക്ഷവും പ്രതിപക്ഷവും തമ്മിലുള്ള പോര് വീണ്ടും രൂക്ഷമാകുന്നു. ദേശീയതയുടെ പേരിൽ നടക്കുന്ന ഈ തർക്കങ്ങൾ യഥാർത്ഥത്തിൽ ജനങ്ങളുടെ പ്രശ്നങ്ങളാണോ അതോ വെറും രാഷ്ട്രീയ നാടകങ്ങളാണോ? നിയമസഭയിൽ ശബ്ദങ്ങൾ ഉയരുമ്പോൾ അവിടെ നിശബ്ദമാക്കപ്പെടുന്നത് ആരുടേതാണ്? പിണറായി വിജയന്റെ വീട്ടിൽ ഇ ഡി റെയ്ഡിൽ ആരോപണങ്ങൾ മുറുകുന്നു. രാഷ്ട്രീയ കേരളത്തെ പിടിച്ചുകുലുക്കുന്ന മറ്റൊരു വാർത്തയാണിത്. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വസതിയിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇ ഡി നടത്തിയ റെയ്ഡ് ഇതിന് പിന്നിൽ കോൺഗ്രസിന്റെ ഗൂഢാലോചനയാണെന്ന് ഒരു വിഭാഗം ആരോപിക്കുമ്പോൾ മുഖ്യമന്ത്രി വി ഡി സതീശൻ അത് പൂർണ്ണമായും തള്ളിക്കളയുന്നു. അധികാരത്തിന്റെ ഇടനാഴികളിൽ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത്? ഈ റെയ്ഡ് വരാനിരിക്കുന്ന രാഷ്ട്രീയ സാഹചര്യങ്ങളെ എങ്ങനെ സ്വാധീനിക്കും? അവസാനമായി ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തിൽ വാഗ്ദാനം ചെയ്ത വികസന സ്വപ്നങ്ങൾ പുതുയുഗ കേരളം എന്ന ആശയത്തിന് പിന്നിൽ ഒളിഞ്ഞിരിക്കുന്നതെന്ത്? വലിയ വാഗ്ദാനങ്ങൾ കടലാസുകളിൽ ഒതുങ്ങുമോ അതോ കേരളത്തിന്റെ വികസന ചരിത്രത്തിൽ ഇതൊരു നാഴികക്കല്ലാവുമോ? സാമ്പത്തിക പ്രതിസന്ധികൾക്കിടയിലും സർക്കാർ ലക്ഷ്യമിടുന്ന ഈ വികസനം സാധാരണക്കാരന്റെ ജീവിതത്തെ ഏതു രീതിയിൽ സ്പർശിക്കും? ഇന്നത്തെ ഈ 4 പ്രധാന വിഷയങ്ങളും കേരളത്തെ സംബന്ധിച്ചിടത്തോളം അതീവ പ്രാധാന്യമുള്ളതാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഇതിലേത് വിഷയമാണ് കേരളത്തെ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കാൻ പോകുന്നത്? നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടെ തന്നെ കൂടുതൽ വാർത്താ വിശകലനങ്ങൾക്കായി TGS മീഡിയ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കരുത്.